പാലക്കാട് അട്ടപ്പാടി കോട്ടത്തറ ജനറൽ ആശുപത്രിയിൽ 1 വയസ്സുള്ള കുട്ടിക്ക് മരുന്ന് മാറി നൽകിയെന്ന പരാതി. 72കാരനുള്ള മരുന്ന് കുട്ടിക്ക് നൽകിയെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. നെല്ലിപ്പതി സ്വദേശി സ്നേഹ അരുൺ ദമ്പതികളുടെ 1 വയസ്സുള്ള ആൺകുട്ടിക്കാണ് മരുന്ന് മാറി നൽകിയത്. സംഭവം അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. 24 മണിക്കൂർ ഒബ്സർവേഷനിൽ കിടത്തി. എന്നിട്ട് പിറ്റേ ദിവസം കൊച്ചിന് 5 mg മരുന്നിന് പകരം ഫാർമസിയിൽ നിന്ന് 10 mgയാണ് തന്നത്. ഞങ്ങളത് നേരെ കൊച്ചിന് കൊടുക്കുകയും ചെയ്തു. കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവൻ കണ്ണ് പോലും ചിമ്മാതെ തോളത്തിങ്ങനെ കിടക്കുകയായിരുന്നു. അറിഞ്ഞിട്ട് സൂപ്രണ്ടിനെ വിളിച്ചു. സൂപ്രണ്ട് എന്താ മാത്രം സംസാരിച്ച് പറഞ്ഞു, അത് കുഴപ്പമില്ല, കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഉറങ്ങുള്ളൂ, ഒരു മയക്കം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഡിസ്ചാർജ് അന്ന് ഞങ്ങൾ വന്ന് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഇവൻ്റെ ഡിസ്ചാർജ് കാർഡിൽ 72കാരൻ മണിയെന്ന് പറയുന്ന ആളുടെ ബ്ലഡ് റിസൾട്ടിൻ്റെ റിപ്പോർട്ടുകളാണ് ഇവൻ്റെ ഡിസ്ചാർജ് കാർഡിലെല്ലാം എഴുതി തന്നിരിക്കുന്നത്. ഇതനുസരിച്ചാണ് കൊച്ചിന് മരുന്നും അവർ തന്നു വിട്ടിരിക്കുന്നത്. നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദു, ഈ കുട്ടിയുടെ ആരോഗ്യനിലയിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ആശുപത്രി അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? ഗുരുതരമായ ഒരു പിഴവാണ് ആശുപത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. മറ്റു വിവരങ്ങൾ? അജി, ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് 2 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ്. അതിലൊന്ന്, ഈ കുട്ടിക്ക് ചികിത്സയ്ക്ക് വേണ്ടി നൽകേണ്ട മരുന്ന് 5 ഗ്രാം അടങ്ങുന്ന മരുന്നാണ് എന്നുള്ളതാണ്. പക്ഷേ അതിന് പകരം ഇവർക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും നൽകിയത് 10 ഗ്രാം ഉൾപ്പെടുന്ന ഒരു മരുന്നാണ്. അതിനെ കുറിച്ച് ഒരു വിവരം ഈ മെഡിക്കൽ ഷോപ്പിന്റെ അധികൃതരോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരോ ഈ കുടുംബത്തിന് നൽകിയില്ല. അങ്ങനെ ഈ വീര്യം കൂടിയ മരുന്ന് നൽകിയതോടുകൂടി കുട്ടിക്കൊരു തളർച്ച അനുഭവപ്പെട്ടു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതോടൊപ്പം പറയുന്ന മറ്റൊരു ആരോപണം, ഈ കുട്ടിയുടെ പരിശോധനാ ഫലവും ഒപ്പം തന്നെ മറ്റ് കാർഡുകളിലും ഒരു 72 വയസ്സുകാരന്റെ പേരാണ് ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ 72 വയസ്സുള്ള ഒരു വ്യക്തിക്ക് നൽകേണ്ട ചികിത്സയും മറ്റുമാണ് ഈ 1 വയസ്സുള്ള കുട്ടിക്ക് നൽകിയത് എന്നും ഈ സ്നേഹയും അരുൺ ദമ്പതികളായ സ്നേഹയും അരുണും പറയുന്നുണ്ട്. അങ്ങനെ കുട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം കുട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇവർ മറ്റ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഈ കോട്ടത്തറ ആശുപത്രിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ഈ ആശുപത്രി അധികൃതർ പറയുന്നത് വിഷയം കൂടുതൽ അന്വേഷിച്ച് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ടെങ്കിൽ നടപടി എടുക്കാം എന്നുള്ളതാണ്. ഏതായാലും നാളെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഇടപെടും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്.